വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി പർച്ചേസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്രാഫ്റ്റിനും അതുപോലെ ആർട്സിനൊക്കെ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വാങ്ങാനാണ് ഇന്ന് പോകുന്നത്. ഇന്ന് ഷൊർണൂരുള്ള ഒസാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഷൊർണൂർ GITയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഒസാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് വരുന്നത്. ഹോമിയോ ക്ലിനിക്കൊക്കെ ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ടുള്ള ഷോപ്പാണ്. അപ്പം അത്യാവശ്യം എല്ലാ നമ്മളെ ക്രാഫ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, പിന്നെ തിരിച്ചു പോകാൻ വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. അപ്പം അവിടെയുള്ള ആ കുട്ടി വന്നിട്ട് എനിക്ക് കട തുറന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഒരുവിധം ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. കാരണം ജേർണൽസ് തൊട്ടിട്ട് അതുപോലെ ഫ്ലവേഴ്സ് മേക്കിംഗ് ആയിക്കോട്ടെ, ജ്വല്ലറി മേക്കിംഗ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആ ഒരു ഷോപ്പിലുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഹാമ്പറൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാമ്പർ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ തൊട്ടടുത്തായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കും ചെയ്യും, നമ്മളെ സമയം വേസ്റ്റ് ആവുകയും ചെയ്യില്ല. ഒരുപാട് തരം ബ്രഷുകളുണ്ട്, അതുപോലെ നമ്മൾ റെസിൻ ആർട്ട് ചെയ്യാണ്ട കുറേ അതിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളുള്ള ഒരു ഷോപ്പ്. അവിടുന്ന് എനിക്ക് വേണ്ട പ്രൊഡക്റ്റൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രൊഡക്റ്റൊക്കെ ഒന്ന് യൂസ് ചെയ്യാതിരിക്കാൻ നമുക്ക് തോന്നില്ലല്ലോ, നമ്മളതൊന്ന് യൂസ് ചെയ്ത് നോക്കും അല്ലേ. അതെ, അന്നത്തെ ദിവസം ഞാൻ വരച്ചുണ്ടാക്കിയ ഒരു പിക്ചർ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പിക്ചർ വരച്ച് ഹാഫ് ആകുന്നതോട് കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലൊന്ന് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ചെയ്യാറുള്ളതാണ്. അപ്പം അതിട്ട സമയത്ത് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് സർപ്രൈസായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്റ്റോറി സർപ്രൈസായിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ച ആൾ നേരെ കാണുകയും അതിൽ കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയതാണെങ്കിൽ പോലും ആൾക്കത് മനസ്സിലായി എന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും ആ വരയുടെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ അടുത്ത ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം എനിക്ക് തന്ന എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. കാരണം എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ ഹാർഡ് വർക്കിന് നിനക്ക് ഉത്തരം കിട്ടിയില്ലേ എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടും ഒട്ടും മുന്നോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊന്നും നടക്കുന്നില്ല എന്ന് കരുതുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ചിന്ത മാറ്റിയിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു ഡ്രോയിങ് വരക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യാമെന്ന് പറയട്ടെ. അപ്പോൾ ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേരെ നമുക്ക് വരക്കാന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പം അതൊന്നും നറുക്കിട്ടെടുക്കുന്ന ഒരാളെ ഞാൻ എന്തായാലും വരച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് തന്നെ വീണ്ടും ഒരുപാട് നന്ദി.